ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫജി ടെക്നിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് LED ടോർച്ചുകൾ. നമ്മുടെ വീട്ടിലെ LED ടോർച്ചുകൾ അധികവും കംപ്ലൈൻ്റ് ആയിരിക്കും. കംപ്ലൈൻറ്റ് വരിക എന്ന് പറഞ്ഞാൽ LED ബൾബുകളല്ല, അധികം ആൾക്കാരുടെ വീട്ടിലെ ടോർച്ചിൻ്റെയും ബാറ്ററി ലീക്കായിട്ട് കംപ്ലൈൻ്റ് ആവും. ഇനി ഇത് നമ്മൾ ശരിയാക്കിയിട്ടാലോ, മാർക്കറ്റിൽ പോയിട്ട് ഒരു 400-500 രൂപ കൊടുത്ത് സർവീസ് ചെയ്താൽ പോലും ഇതൊരു 6 മാസം അതിൻ്റെ ഗ്യാരണ്ടി തീരുന്നതോടുകൂടി ആ ബാറ്ററിയും കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഈ ബാറ്ററികൾ കംപ്ലൈൻറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മാറിയിടുമ്പോൾ നമ്മൾ ഇതേപോലത്തെ ബാറ്ററിയൊക്കെ ആയിരിക്കും മാറിയിടുന്നത്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം, അതായത് നമ്മളിത് ഒരു വട്ടം ഇനി നമ്മൾ സീറോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു പൈസ ചിലവാക്കാതെ തന്നെ നമ്മളിത് മാറിയിടുന്നതിനെ കുറിച്ചാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഒരു വട്ടം റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഇത് പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞ് ചിന്തിക്കേണ്ട, അതായത് ബാറ്ററി കംപ്ലൈൻ്റ് ആവുമെന്ന് തിരിഞ്ഞ് ചിന്തിക്കുകയേ വേണ്ട. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് വീഡിയോ കാണാം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ടോർച്ചുകൾ ഈ രീതിയായിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ടോർച്ചുകൾ, ഇതിപ്പോൾ പഴയ ടോർച്ചാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഇത് അത്യാവശ്യം നല്ല വെളിച്ചമുള്ള ടോർച്ചാണ്. ചെറിയ ടോർച്ചാണെങ്കിലും അത്യാവശ്യം നല്ല വെളിച്ചമാണ്, LED ബൾബാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഇനി വലിയ ടോർച്ചാണെങ്കിലും നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഇതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അല്ല മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. വലുതായാലും ചെറുതായാലും നമുക്ക് ഏത് ടോർച്ചിലും നമുക്ക് നന്നാക്കാൻ കഴിയും. അപ്പോൾ ബാറ്ററി ലോങ് ലൈഫ് കിട്ടുന്ന ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഇതൊന്ന് ക്ലിപ്പൊന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ഇത് അഴിച്ചെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ബാറ്ററി ഉണ്ടാവും. ഇതിൻ്റെ നിലവിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിടുന്നതോ അല്ലെങ്കിൽ കമ്പനി ഇടുന്നതായ ബാറ്ററി. അപ്പോൾ ഈ ബാറ്ററിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മാറിയിട്ടാൽ, ഇപ്പോൾ കംപ്ലൈൻ്റ് ആണ് ബാറ്ററി. അപ്പോൾ ഇത് മാറിയിട്ടാലും കൂടി വന്നാൽ ഒരു 6 മാസം ഇതിൻ്റെ ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നതോടുകൂടി ഇതും കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഈ കാണുന്നത് ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ്. ലാപ്ടോപ്പിൽ വരുന്ന ബാറ്ററിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഡാമേജ് ആയിട്ട്, അതായത് സർവീസിങ് സെൻറ്റർ ഡാമേജ് ആയിട്ട് അവർ ഒഴിവാക്കും. അതായത് കമ്പ്യൂട്ടർ സർവീസ് ചെയ്യുന്ന, ലാപ്ടോപ്പൊക്കെ സർവീസ് ചെയ്യുന്ന ഷോപ്പുകൾ ഇത് ഒഴിവാക്കുന്ന പറഞ്ഞാൽ എവിടെയൊക്കെ ഒഴിവാക്കുക, അവരിത് തൂക്കി വിൽക്കും. ഇത് ആക്രി ഷോപ്പുകളിലേക്ക് വിൽക്കും. അവിടെ നിന്ന് നമുക്കൊരു സിംഗിൾ പീസ് എടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പം 5-6 ബാറ്ററി സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതിനുള്ളിൽ വരുന്ന ബാറ്ററി ഞാൻ കാണിച്ചു തരാം. ഈ സൈസ് ലിഥിയം ബാറ്ററി ആയിരിക്കും ഇതിനുള്ളിൽ വരുന്നത്. ഓക്കെ, ഈ ബാറ്ററി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 പീസ് ഇതിനുള്ളിൽ പാക്കിനുള്ളിൽ വരും. ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല. ഇപ്പം ഇത് പഴയ തന്നെയാണ്, ഡാമേജ് ഉള്ള. ഞാൻ ഇതുപോലെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നതാണ്. മറ്റു ഉപയോഗങ്ങൾക്ക്, മറ്റ് പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് ഞാൻ. അപ്പോൾ ഇത് തുച്ഛമായ പൈസയിലാണ് ഞാനിത് എടുക്കുന്നത്. കിലോ ചെറിയ പൈസ, അവർ 10-20 രൂപ റേഞ്ചിൽ ഇട്ടിട്ടാണ് അവർ എന്നെ വിൽക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു പീസ് സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ ഇതിൽ 6 പീസൊക്കെ ബാറ്ററി വരും. പക്ഷേ അതിൽ നമുക്ക് കംപ്ലയിൻറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ലിഥിയം ബാറ്ററി കംപ്ലയിൻറ്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പീസൊക്കെ ആയിരിക്കും ചിലപ്പോൾ കംപ്ലയിൻറ്റ് വരിക. അപ്പോൾ അധികവും കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവത്തില്ല. ചിലപ്പോൾ ഇതിനകത്തൊരു ബോർഡ് സർക്യൂട്ടൊക്കെ വരുന്നത്, അതും കംപ്ലയിൻറ്റ് വരാം. അതങ്ങനെയും സംഭവിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ഇതുപോലെ തന്നെ ബാറ്ററി പൊട്ടിച്ചെടുത്ത ഒരു പീസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ. അപ്പോൾ ഈ ലിഥിയം ബാറ്ററി 3.7 വോൾട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 2500 mAh പവർ ക്വാളിറ്റിയാണ് ഇതിനകത്ത് വരുന്നത്, കപ്പാസിറ്റിയാണ് വരുന്നത്, ആംപിയർ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാറ്ററിക്ക് പകരം നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മുടെ ഈ ടോർച്ചിനകത്ത്. ഇത് ഒരു വട്ടം നമ്മൾ ഈ ബാറ്ററി നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്ക് ഒന്നും നോക്കണ്ട. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ചാർജ് നിന്ന് വർക്ക് ചെയ്തോളും. അതായത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ചെറിയ യൂസേജിന് എടുക്കുകയാണെങ്കിൽ ഒന്നും നോക്കിയേ വേണ്ട. പിന്നെ കുറേ നാളത്തേക്ക് ചാർജിനകത്ത് തന്നെ നിലനിൽക്കുക. അത്രയും ക്വാളിറ്റിയാണ് ലിഥിയം ബാറ്ററി വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ, ഇന്നിപ്പോൾ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാറുകളുടെ കാലഘട്ടമാണ്. അപ്പോൾ അതിലൊക്കെ ഉപയോഗിക്കുന്ന ഈ സൈസ് ബാറ്ററികളാണ് ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരുപാട് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഈ ബാറ്ററി. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് ഇല്ലാത്തത് നമ്മൾ ഇതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ പോസിറ്റീവ് ലൈനാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഞാനിതിപ്പം ടോർച്ച് അഴിച്ചാണ് നിങ്ങൾ കാണുന്നത്. ഈ പാർട്സ് ഇങ്ങനെ വരിക, ഇവിടുന്ന് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ടോർച്ചിൻ്റെ പോസിറ്റീവ് ലൈനായിരിക്കും. ഇത് നെഗറ്റീവ്, അതായത് ബോഡിയിൽ എവിടെ ടച്ച് ചെയ്യാലും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ലൈൻ ഡയറക്റ്റിലേക്ക് കൊടുത്തിട്ട് നേരിട്ട് ഇതിലേക്ക് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു വയർ കൊണ്ട് ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ ടോർച്ച് കത്തുന്നത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് നമ്മൾ ബോഡിയിലേക്ക് കൊടുത്ത് പോസിറ്റീവ് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ടോർച്ച് കത്തും. ഓക്കെ, ഇത് ഇനി നമ്മളിത് എങ്ങനെ ഫിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ആർക്കായാലും, നമ്മുടെ വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 2 കഷ്ണം വയർ വേണം. 2 കഷ്ണം വയർ നമ്മളിവിടെ എടുക്കുകയാണ് ഇതിനായിട്ട്, പോസിറ്റീവ് നെഗറ്റീവ് ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നമ്മുടെ ടോർച്ചിൻ്റെ കണക്ടർ ഘടിപ്പിക്കുക. ആദ്യം പോസിറ്റീവ് നമ്മളിവിടെ വെച്ച് സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ സോൾഡർ ചെയ്യാനില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ച്, അതായത് നല്ല ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് സോൾഡർ ലൈൻ ഉണ്ടായതുകൊണ്ട് ഞാൻ സോൾഡർ ചെയ്തിട്ട് കണക്ട് ചെയ്യുകയാണ് കാണിക്കുന്നത്. എന്ത് ചെയ്യാം, പോസിറ്റീവ് ലൈൻ ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ടോർച്ചിൻ്റെ പോസിറ്റീവ് ലൈൻ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നിടത്തോട്ട് ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ,
ഇത് സോൾഡർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെഗറ്റീവ് സോൾഡർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അത് ഈ ബോഡിയിലേക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞതിന് ശേഷം, ഇപ്പോൾ ഇൻസുലേഷൻ കളഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് വികസിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തൂടെ എടുക്കാം. ഇതിനകത്തൂടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നേരെ ഇതിനകത്തൂടെ എടുത്തു കഴിഞ്ഞാൽ ഈ ബോഡി ടച്ച് ചെയ്തിരിക്കണമെന്നുള്ളൂ ഈ വയറിൻ്റെ പോയിൻറ്റ്. അത് നമുക്ക് സോൾഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പോസിറ്റീവ് മാത്രമേ നമ്മൾ സോൾഡർ ചെയ്യുന്നുള്ളൂ. നെഗറ്റീവ് നേരെ ബോഡി കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നെഗറ്റീവ് പോസിറ്റീവ്. ഓക്കെ, ടോർച്ച് കത്തുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാറ്ററിയിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്ന നമ്മുടെ ടോർച്ചിൽ നിന്ന് വരുന്ന 2 ലൈനുകൾ നമ്മൾ പുറത്തേക്ക് എടുത്ത് ഇതിനകത്ത് അത്യാവശ്യം ലെഡൊക്കെ തേച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യണം. ഇപ്പോൾ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ, നെഗറ്റീവ് സോൾഡർ ചെയ്ത് അടുത്ത കഴിഞ്ഞ് നമ്മൾ പോസിറ്റീവ് സോൾഡർ ചെയ്യണം. ഇപ്പോൾ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ടോർച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നോക്കാം. ഇതിവിടെ ടോർച്ചിൻ്റെ സ്വിച്ച് ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓഫ് ഓൺ ഓഫ് ഓൺ ആവുന്നുണ്ട്, ഓഫ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ഷോർട്ട് ആവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പുറം ഒന്ന് കവർ ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കയറ്റി വെക്കാം. ഓക്കെ, നമ്മുടെ ബാക്കിലെ കവർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോർച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ പണി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കിത് റീചാർജ് ചെയ്യാനായിട്ട് നമ്മുടെ എന്ത് ചെയ്യാം, ഇതിലൂടെ തന്നെ വരുന്ന ചാർജറുണ്ട്. ചാർജറിൻ്റെ ഒരു പ്രശ്നമില്ല, സെയിം വോൾട്ടേജാണ് വരിക. ഏകദേശം ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നിങ്ങൾക്ക് വോൾട്ടേജ് ഞാൻ കാണിച്ചു തരാം. അതായത് 2.8 വോൾട്ടാണ്, 200 ആംപിയറാണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, സെയിം ചാർജിങ് പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ സെയിം ബാറ്ററി ചാർജ് ചെയ്യാൻ ഇതിൻ്റെ ആവശ്യമുള്ളൂ, മറ്റൊരു ചാർജറിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇതിട്ടിട്ട് നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആവും. ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ദിവസങ്ങളോളം ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ടോർച്ച് സർവീസിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മെത്തേഡ്, നമ്മൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്ക് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുകൂട്ടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.